യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. ഞാനിപ്പോൾ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഹിച്ച് ഹൈക്കിംഗ് നോമാഡ് മാഹിൻ ഒരു ട്രാവൽ ബ്ലോഗറാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണാൻ വന്നിരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്ക് മാഹീനെ അറിയാമായിരിക്കും. മാഹീൻ ഇപ്പോൾ ഇസ്രായേലിലാണ്. ഇസ്രായേലിൽ നിന്ന് മാഹീൻ ഇട്ട ഒരു വീഡിയോ, അതിൽ മാഹീൻ ജൂതന്റെ ജട്ടി എന്നുള്ളൊരു വാക്ക് പരാമർശിക്കുകയുണ്ടായി. അത് മാഹീന്റെ തംബ്നെയിലിൽ മാഹീൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ചൊല്ലി അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് മാഹീന് സോഷ്യൽ മീഡിയ വഴി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഒരു ലേഡി, അവര് ഇസ്രയേലിൽ ജീവിക്കുന്ന ഒരു ലേഡിയാണ്, അവര് മാഹീനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ VK ബൈജു അറിയാമായിരിക്കും നിങ്ങളിൽ കുറെ ആളുകൾക്ക്. VK ബൈജു ചേട്ടന്റെ ന്യൂസ് കഫേ ലൈഫ് എന്ന് പറഞ്ഞ ചാനൽ വഴിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണാൻ ഇടയായത്. അപ്പം ഈ ഒരു വീഡിയോ മാഹീനും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ചേച്ചിക്കെതിരെ മാഹീൻ ഇപ്പോൾ ഒരു റിപ്ലൈ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്റെ അറിവിൽ മാഹീൻ അങ്ങനെ ഇങ്ങനെയുള്ള ഈ പരാമർശങ്ങളൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മാഹീനെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അധികം മാഹീൻ അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുത്ത് മുന്നോട്ട് വരുന്നതല്ല. പക്ഷെ ഈ ഒരു വീഡിയോയ്ക്ക് ആ ലേഡിയുടെ ഈ ഒരു വീഡിയോയ്ക്ക് മാഹീൻ റിപ്ലൈ കൊടുക്കാനുള്ള ഒരു കാരണം എനിക്ക് മനസ്സിലായത്, നല്ല രീതിയിലുള്ള വർഗീയത ആ ചേച്ചി ആ ഒരു വീഡിയോനകത്തൂടെ കുത്തിക്കയറ്റാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ വന്നത് ഏതൊരു ചാനലിലാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കണ്ടത് VK ബൈജുണ്ണന്റെ ആ ഒരു ചാനലിലൂടെയാണ്. അപ്പം ആ ഒരു ചാനൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം വർഗീയതയാണ് അവിടുത്തെ മെയിൻ ഒരു കലാപരിപാടി. അപ്പൊ എന്തായാലും ഈ ലേഡി എന്താണ് മാഹിനെ പറ്റി സംസാരിക്കുന്നത് എന്നുള്ളത് ഞാൻ കുറച്ച് ഭാഗം മാത്രം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മൊത്തത്തിലൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. ഈ കുറച്ച് ഭാഗത്ത് തന്നെ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഇച്ചിരി വൾഗറായിട്ടൊക്കെ തോന്നി. പക്ഷെ ഇത് നിങ്ങളൊന്ന് കാണൂ. ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് റിപ്ലൈ കൊടുത്തു പോകും. മാഹിനും അതേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വളരെ മാന്യമായിട്ടാണ് മാഹിൻ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ലേഡി എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. എയർപോർട്ടിൽ വന്ന് 4 മണിക്കൂർ ചെക്കിങ്ങേ വലിച്ചു വാരി എടുത്തു. സത്യത്തില് അവന്റെ കൊതമായിരുന്നു ആദ്യം പരിശോധിക്കേണ്ടിയിരുന്നത്. മാഹീന്റെ നമ്മുടെ ജൂതന്മാർക്ക് അറിയില്ലായിരുന്നു ഇവര് കൊതം വിശാലമാക്കി 2-3 കിലോ സ്വർണം കടത്തുന്ന കൂട്ടരാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ ആദ്യം തന്നെ ഇവരുടെ കൊതമായിരുന്നു സത്യത്തിൽ. ഇവരെ മിസൈലും കയറ്റി കൊണ്ടുവന്നെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതായിരുന്നു സത്യത്തിൽ ഇവന്മാർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഒരു യുദ്ധം നടക്കുന്ന ഒരു രാജ്യം, ഇവൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇവന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇവൻ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട്, സുഡാനിൽ പോയിട്ടുണ്ട്, അറബ് രാജ്യങ്ങൾ മുഴുവനും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ഇവന്റെ ചെക്കിങ് കുറച്ചുകൂടി സമയമെടുത്ത് അവർ ചെയ്തത്. ഞാൻ നിൽക്കുന്നത് ഹമാസ് തീവ്രവാദികളുടെ കോട്ടയാണ്, ദമാസ്കസ് ഗേറ്റ് ആണ്. ആ മാഹിൻ ചെറ്റ ലൈവ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഊളയ്ക്കുണ്ടായവനെ അവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ആ ഊളയോട് എൻ്റെ ലൈവ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പന്നവനോട് പറഞ്ഞേരെ. ഞാൻ സത്യത്തിൽ അവനെ യെരുശലേമിൽ പ്രതീക്ഷിച്ചിരുന്നു. ഈ പ്രദേശത്ത് വല്ലതും യെരുശലേമിൽ എവിടെ കണ്ടാലും അവൻ്റെ കാരണം ഞാൻ അടിച്ച് പൊളിച്ചിട്ട് ബാക്കിയുള്ളത് ഇന്നത്തെ കാര്യം ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതായിരുന്നു. ഇവിടെ ഞാൻ അവനെ കാത്തിരുന്നതായിരുന്നു. പക്ഷെ ആ പന്ന നാറി ഇവിടെ വന്നില്ല. വരുന്നതിന് മുമ്പേ പണി കിട്ടിക്കാണും അവൻ എവിടെയെങ്കിലും. അതുകൊണ്ട് അവനിവിടെ വരാത്തത്. അവൻ നാട്ടിലിരുന്നുകൊണ്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ? അവൻ നാട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞത് ആരും KFC കഴിക്കരുത്. KFC കഴിച്ചു കഴിഞ്ഞാൽ ജൂതന്മാർക്ക് അതിന് ഷെയർ പോകും. ഇവിടെ ജൂതന്മാർക്ക് ഷെയർ പോകുമ്പോൾ KFC കഴിക്കരുത് നീ പറഞ്ഞവൻ, നീ ഇസ്രായേലിൽ ടൂറിസ്റ്റ് വിസ എടുത്ത് വന്നാൽ അതിന്റെ ഷെയർ ആര് കൊണ്ടുപോകും? ഓക്കെ, അപ്പൊ ഈ ലേഡിയുടെ രോക്ഷം നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ലേഡി, നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല നിങ്ങൾ പറയുന്ന കാര്യത്തോട്. എങ്കിലും അത് പറയേണ്ട രീതിയിൽ നിങ്ങൾ പറയണമായിരുന്നു. ഇതൊരുമാതിരി ഇവരുടെ ഈ വീഡിയോ ഞാൻ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് പോയി കാണാം. എനിക്ക് തോന്നുന്നു ഇവരുടെ സോഷ്യൽ മീഡിയ ഇവരുടെ അക്കൗണ്ട് വഴി എന്തോ ലൈവ് വന്നതാണ്. അതിന് ശേഷമാണ് നമ്മുടെ ന്യൂസ് കഫേ ലൈവ് ചാനലിൽ ഈ ഒരു വീഡിയോ അവരെടുത്തിട്ടിരിക്കുന്നത്. എന്താണെങ്കിലും അവർ പിന്നെ ഇത് പിടിക്കാതിരിക്കത്തില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ രോക്ഷമൊക്കെ ഓക്കെ. നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് നിങ്ങളും ചിലപ്പോൾ ഒരു ജൂത ആ ഒരു കാറ്റഗറിയുള്ള ആളായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ ഈ ജൂതന്റെ ചട്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. പക്ഷേ അതിന് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകൾ, അവന്റെ മറ്റേ അതുവഴി അവൻ കയറ്റി അതുകൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും ഇതൊക്കെ പറയാനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവല്ലോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. ഇത്ര കോൺഫിഡൻസ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് വേറെ പല സ്ഥലത്ത് ഇവര് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവര് ഒരു മാഹിൻ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ മൊത്തത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് അവരെല്ലാരും ഇങ്ങനെയുള്ള സാധനങ്ങൾ കടത്തുന്ന ആൾക്കാരാണ് എന്നൊക്കെ ഇവര് പറയുന്നത് ഞാൻ കേട്ടു. ലേഡി, നിങ്ങളോട് അത് ആരാണ് പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ പോയി നോക്കാറുണ്ടോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. നിങ്ങൾ പോയി നോക്കാറുണ്ടോ ഇവർ അതുവഴി വല്ലതും കടത്തിക്കൊണ്ട് വരുന്നുണ്ടോ എന്ന്? പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഈ ഒരു വീഡിയോ മൊത്തവും ഇങ്ങനെയുള്ള സംസാരങ്ങളാണ് ഈ ലേഡി ഇവര് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മാഹിൻ അത് കേട്ട് പൊട്ടി.
അത് ആരാണെങ്കിലും പൊട്ടും ഇങ്ങനെയുള്ള വർത്താനങ്ങൾ പറയുമ്പോൾ. മാഹിനെ പറയുന്നത് ഓക്കെ. പിന്നെ ഈ മാഹിന്റെ KFC കേസൊക്കെ ഞാൻ അതിനകത്തൊന്നും ഇപ്പൊ അഭിപ്രായം പറയുന്നില്ല. ഞാൻ ഓൾറെഡി അതിനെ സംബന്ധിച്ചൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഹിനെ എല്ലാ അർത്ഥത്തിലും ഒന്നും മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും ഞാൻ നിൽക്കുന്നില്ല. എങ്കിൽ പോലും ഒരു കാസ്റ്റിനെ മൊത്തത്തിൽ എടുത്ത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ പറയാൻ ഉപയോഗിച്ച ആ ഒരു രീതി ഉണ്ടല്ലോ, അതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഒരു അഭിപ്രായം ഇതിൽ പറയാമെന്ന് വിചാരിച്ചത്, അഭിപ്രായം പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാഹിൻ ഇവർക്ക് കൊടുത്ത റിപ്ലൈ, ഇവർക്ക് എന്തോ കരണമടിച്ച് പൊട്ടിക്കണമെന്നൊക്കെയാണല്ലോ ഈ ഒരു ലേഡി പറയുന്നത്. അപ്പം അതിനൊക്കെ മാഹിൻ ഒരു റിപ്ലൈ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കാണുക. ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹിനെ കണ്ട കർണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും, ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എൻ്റെ 2 കരണവും ഞാൻ തരാം. കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ മാഹിൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ചേച്ചിയുടെ അടി മേടിക്കാൻ മാഹിൻ അവിടെ എത്തിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ചിലപ്പോൾ മാഹിൻ ഇന്നും കൂടെയൊക്കെ അവിടെ കാണുമായിരിക്കട്ടെ. പെട്ടെന്ന് തന്നെ വന്നിട്ട് തിരിച്ചു പോകാൻ ചാൻസ് ഇല്ല. അപ്പൊ എന്താണെങ്കിലും ചേച്ചിക്ക് പറ്റുമെങ്കിൽ ഒന്ന് തപ്പിപ്പിടിച്ച് പോയി ആ 2 കരണവും അടിച്ചങ്ങ് പൊട്ടിക്ക്. ചേച്ചിയുടെ ആ ഒരു ത്വരയങ്ങ് മാറട്ടെ. അല്ലാതെ ഞാൻ എന്താ ചേച്ചിയോട് പറയേണ്ടത്? എനിക്കറിയാം നിങ്ങളുടെ രോക്ഷം, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ രോക്ഷത്തിനെ നമ്മൾ മറ്റേ അടിച്ചമർത്തിയങ്ങ് കളയുന്നില്ല. നിങ്ങളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും ചിലപ്പോൾ എനിക്കറിയില്ല ഇവരിനിയും, അത് പറയുന്നത് തന്നെ തെറ്റാണെങ്കിൽ പോലും ഇവരിനിയും ജൂതഗണത്തിൽപ്പെടുന്ന ഒരാളാണോ നമുക്ക് അറിയില്ല. ചിലപ്പോൾ ഇനി അതുകൊണ്ട് വല്ലതാണോ ഇവർക്ക് ഇത്ര ദേഷ്യം, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ ഒട്ടുമിക്ക മലയാളികൾ, ഇപ്പം മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇസ്രായേൽ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഇതിന്റെ ബേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ഇവനോട് ദേഷ്യം തോന്നിയ ആളുകളും കാണും. ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇസ്രായേലിൽ ഒരുപാട് നല്ല രീതിയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്ക് മൊത്തത്തിലൊരു നാണക്കേടാണ് മാഹിൻ ഇങ്ങനെ, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഒരു തംബ്നെയിലൊക്കെ ഇട്ട് കൊടുത്തപ്പം അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. അവരത് പറഞ്ഞു. മാഹിൻ ഡിലീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടും അവനത് മാറ്റാതെ അവിടെ ഇട്ടത് കൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക് പിന്നെ ഈ ഒരു വ്യക്തിയോട് ദേഷ്യം വരുന്നത്. അപ്പം ഞാനും മാഹിൻ തംബ്നെയിൽ അങ്ങനെ എഴുതി വെച്ചത് മൊത്തത്തിൽ വേറൊരു മെന്റാലിറ്റിയിലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മാറ്റിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മാഹിൻ അത് മാറ്റി കൊടുക്കാത്തത് ഇപ്പോഴും ആ വീഡിയോ അവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ആ തംബ്നെയിലിൽ ജസ്റ്റ് എന്തോ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ ദിവസം വരെ നോക്കിയപ്പോൾ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. മാഹിൻ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി കൊടുക്കാതിരുന്നതിനോട്. അതുപോലെ തന്നെ ഈ ഒരു ലേഡിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഈ ഒരു കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾ ജനറലൈസ് ചെയ്തിട്ട് മാഹിനെ ഇപ്പൊ പറഞ്ഞതിനോട് എനിക്ക് ഒരു രീതിയിലും യോജിക്കാൻ പറ്റുന്നില്ല. അവന്റെ ഭാഗത്തും തെറ്റുകൾ കാണും, ഇല്ലാന്നൊന്നും അല്ല. പക്ഷെ സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ടും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു ചേച്ചി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഒരു കാസ്റ്റിനെ എടുത്ത് വെച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സ് ഉണ്ട്, പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.